ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഫോർത്ത് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ മുന്നത്തെ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനാണ്. വൈറ്റ് ബിക്കിനിയാണ് അടുത്ത ചേഞ്ച്. ഓക്കെ, പിന്നെ ഒരു കോസ്റ്റ്യൂം കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വൈറ്റ് ബിക്കിനി. നെക്സ്റ്റ് ഇതിൻ്റെയാണ് ബാക്കി ഇനി ഷൂട്ട്സ്. ഇൻ ദിസ് ഷൂട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സോണി A7R5 ആണ്. എൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് A7R4 ആണ്. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി അപ്ഗ്രേഡ് ചെയ്തതാണ്. ആൻഡ് ലെൻസ് യൂസ് ചെയ്തിരിക്കുന്നത് സിഗ്മയുടെ 35mm 1.4 ആണ്. ലൈക്ക് അത് ഭയങ്കര ഒരു ക്ലോസ് ഷോട്ട്സിനൊക്കെ ഭയങ്കര നൈസാണ്. നല്ല 1.4 ആയിട്ട് തന്നെ ബൊക്കെയും നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യാറുള്ളത് ടാംറോണിൻ്റെ 28-75mm 2.8, പിന്നെ 85mm 1.4 ആൻഡ് 35mm 1.4. ഈ 3 ലെൻസാണ് ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ഐ ഹാവ് മാക്രോ 19mm. കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് 28-75mm ടാമറോണാണ്. ഞാനിവിടെ പ്ലാൻ ചെയ്തിരുന്നത് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഷൂട്ടായിരുന്നു. ലൈക്ക് പാച്ച് ലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ വെച്ച് ഞാൻ വേറൊരു മൂഡാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് കിട്ടിയ ക്ലൈമറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. കുറച്ച് ഫുള്ളി ഓഫ് മൂഡിയ ഒരു ഇതാണ് കിട്ടിയത്. സോ എനിക്ക് ഫുൾ ഒരു മൂഡ് തന്നെ മാറ്റി ചെയ്യേണ്ടി വന്നു ഷൂട്ടിൻ്റെ. ഇത് നമുക്ക് ഷൂട്ടിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സിറ്റുവേഷനാണ്. സോ അത് നമ്മളെപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിക് സെറ്റിങ്സ്. ഞാൻ മോസ്റ്റ്ലി ഷൂട്ട് ചെയ്യുന്നത് ജെപെക്കിലാണ്. ഞാൻ വർക്ക്സ് മാത്രമേ ഞാൻ റോയിലും ജെപെക്കിലായിട്ട് ഷൂട്ട് ചെയ്യാറുള്ളൂ. ഞാൻ മോസ്റ്റ്ലി എൻ്റെ ഷൂട്ട്സ് എല്ലാം ഞാൻ ജെപെക്കിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. ഐ നോ റോ ഈസ് ബെറ്റർ, ബട്ട് ഞാൻ കൂടുതലും ഷൂട്ട് ചെയ്യുന്നത് ജെപെക്കിലാണ്. അതേപോലെ കുറച്ചുപേര് എനിക്ക് ഡയറക്റ്റ്ലി കുറച്ചുപേര് ടെക്സ്റ്റ് ചെയ്തിരുന്നു, ലൈക്ക് വിച്ച് ആപ്പിലാണ് ഞാൻ എഡിറ്റിംഗ് ചെയ്യുന്നതെന്ന്. ഞാൻ മോസ്റ്റ്ലി ഫോട്ടോഷോപ്പിലാണ് ചെയ്യുന്നത്. ഞാൻ ലൈറ്റ് റൂം അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പിൽ തന്നെയാണ് എൻ്റെ ഗ്രേഡിങ്സും കാര്യങ്ങളും കറക്ഷൻസ് എല്ലാം ചെയ്യുന്നത്. ക്യാമറാമാൻ മരിക്കാറില്ല. ചാക്കി വീണെങ്കിൽ നൈസല്ലേ? ഇതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, ഇനി ഇപ്പോൾ അടുത്ത ലുക്കിലോട്ട് പോകാം. വേറെ പോസ് പിടിക്കും, അങ്ങോട്ടൊക്കെ പിടിച്ചോ. അതിൽ പിടിക്കാനല്ല, വേറെ പോസ് പിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കോസ്റ്റ്യൂം. യെല്ലോ ബിക്കിനിയാണ് ആൻഡ് സെയിം ലൊക്കേഷൻ തന്നെയാണ്.
ഞാൻ ആക്ച്വലി ഇത് 2 വ്ളോഗായിട്ടാണ് പ്ലാൻ ചെയ്തത്. അതാണ് ഇൻട്രോയിൽ നിങ്ങൾ 4th വ്ളോഗ് എന്ന് കേട്ടത്. ഇത് ഞാൻ 2 വ്ളോഗായിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഞാനിത് കമ്പൈൻ ചെയ്ത് ഒന്നാക്കി, കാരണം ഇത് റിപ്പീറ്റ്ലി നമ്മൾ ഒരേ മൂഡ് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിത് ഒറ്റ വ്ളോഗാക്കിയാണ് ഇപ്പോൾ ഇത് വിടുന്നത്. ഇതാണ് ആ ഒരു ഫുൾ പോസ്റ്റർ വരുന്നത്. നമ്മളിവിടെ വേറെ ലൈറ്റൊന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് എല്ലാം നാച്ചുറൽ ലൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. കാരണം നാച്ചുറൽ ലൈറ്റുള്ളപ്പോൾ നാച്ചുറൽ ലൈറ്റ് തന്നെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ ഷൂട്ടിങ് ചെയ്യുന്നത്. ഇതായിരിക്കും ആ ഒരു ഷൂട്ട് ലൊക്കെ മൊത്തം വരുന്നത്. ജസ്റ്റ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഇട്ടിട്ടുണ്ട്. ആൻഡ് ബാക്കി ഷൂട്ട് ഫോട്ടോസിൽ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇവിടുത്തെ ഷൂട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വൈറ്റിൻ്റെ എല്ലാം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ എല്ലാം പിക്സ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. ബാക്കി ഇവരുടെ ഐഡിയസും പ്രൊഫൈൽസൊക്കെ ഞാൻ ബയോയിൽ മെൻഷൻ ചെയ്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ആൻഡ് ഇനിയിപ്പോൾ ഇതിലെന്തൊക്കെയാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണാൻ ഇഷ്ടമുള്ളത്, ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും നിങ്ങളുടെ ഒരു ഒപ്പീനിയനൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്ക്. ആൻഡ് ഡു സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.